കൊച്ചി ചെല്ലാനം കണ്ണമാലിയിൽ ഇന്നും ജനങ്ങൾ റോഡ് ഉപരോധിച്ചു. കടൽക്ഷോഭം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. കണ്ണമാലി സിഐയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം ഉപരോധം അവസാനിപ്പിച്ചു. വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയിട്ടുണ്ട്. കടൽക്ഷോഭം ശക്തമായി തുടരുമ്പോഴും താൽക്കാലിക പ്രതിരോധ സംവിധാനം പോലും ഒരുക്കാത്ത സാഹചര്യത്തിലായിരുന്നു ജനങ്ങൾ തെരുവിലിറങ്ങിയത്. വഞ്ചിയും തടിക്കഷ്ണങ്ങളും ഉപയോഗിച്ച് നാട്ടുകാർ ചെല്ലാനം കണ്ണമാലി റോഡ് തടയുകയായിരുന്നു. ചെല്ലാനത്തേക്കുള്ള പ്രധാന റോഡ് മാർഗം ഇന്നലെ മുതൽ തടസ്സപ്പെട്ടിരുന്നു. റോഡ് തടഞ്ഞുള്ള പ്രതിഷേധം തുടർന്നാൽ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകേണ്ടി വരുമെന്ന് കണ്ണമാലി സിഐ മുന്നറിയിപ്പ് നൽകിയതോടെയാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. കടൽക്ഷോഭം പ്രക്ഷോഭമായിട്ട് ഒരു 5-8 വർഷത്തോളമായിട്ടുണ്ട്. ഈ കടൽഭിത്തിയെല്ലാം തകർന്നുകൊണ്ടിരിക്കുക. ഈ തീരമേഖല കാലാകാലങ്ങളായിട്ട് നശിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. ഇവിടെ കല്ലും ജീവ കൊണ്ട് കാര്യം നടക്കുന്നില്ല. കല്ല്, ടെട്രോപാഡ്, പുലിമുട്ട് എന്നിവയാണ് നമ്മളിവിടെ ആവശ്യപ്പെടുന്നത്. തീരമേഖലയിലെ കുടുംബങ്ങളൊക്കെ രൂപയെടുത്താണ് എല്ലാവരും വീട് വെക്കുന്നത്. ഈ മത്സ്യഫെഡിൽ നിന്ന് 4 ലക്ഷം രൂപ ഉണ്ട് വീട് പണി പൂർത്തിയായില്ല. ഇപ്പോൾ ഒരു ഭവനം വെക്കുമ്പോൾ ആ ഭവനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ കുടുംബത്തെ ജീവിതം എന്തായി? ആ ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ജനങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരികൾ ഇത് കണ്ണു തുറന്ന് ജനങ്ങളെ കാണിച്ച് ഇത് കണ്ട അവർ മുമ്പായി ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി വിലയിരുത്തി ജനങ്ങളെ സംരക്ഷിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടറുമായി ഫോണിൽ സംസാരിച്ചു. ഇന്ന് തന്നെ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം കടലാക്രമണം ആരംഭിച്ചിട്ടും സ്ഥലം MLA KJ മാക്സി പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നും ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നു. ഇവിടുത്തെ MLA KJ മാക്സി പുള്ളി ഈ ഭാഗത്തേക്കേ വന്നിട്ടില്ല. കണ്ണമാലി, ചെറിയടവ്, കമ്പനിപ്പടി, CMS വരെ നല്ല കടകയറ്റുക മുങ്ങിക്കിടക്കണേ. കംപ്ലീറ്റ് വീട്ടിലും വെള്ളം കയറി, വീടുകളൊക്കെ പോയി. ആ കമ്പനിപ്പടി ഭാഗത്തൊക്കെ വീട് പോയി. ഇവിടെയും ഈ പടിഞ്ഞാറ് ഭാഗത്ത് വീടുകളൊക്കെ പോയി നിൽക്കണം, നശിപ്പിച്ച് കളഞ്ഞു. ഇവിടെ മൊത്തം വെള്ളം, റോഡ് വരെ വെള്ളം. വളരെ മോശമായിട്ടുള്ള നമ്മൾ വെറുതെ അവഗണിച്ചിട്ടേക്കണേ. ഇവിടെ ആർക്കും വേണ്ട ആ രീതിയിൽ. ഈ ചെല്ലാനത്തു നിന്നുള്ള പണി ആ പുത്തൻതോട് വരെ ചെയ്ത് 3.5 കിലോമീറ്റർ പാസ്സായി കിടക്കണേ, അനങ്ങിയിട്ടില്ല. ഈ ഇവിടെ ഒരു കടൽ ഭിത്തി ഇവിടെ വേണം. ഇവിടെ MP ഉണ്ടായി, MLA ഉണ്ടായി. പിന്നെ ഇവർ ഒന്ന് ഈ കടൽ ഭിത്തി ഒന്നും അടിച്ച് എല്ലാം കൊണ്ട് ചെല്ലാനത്തോണ്ട് അടിച്ച് ഇവിടെ ഒന്നും ചെയ്യത്തില്ല. MLA MP ഇവിടെ BJP തന്നെ ഇവിടെ വന്നം, എന്നാലേ ഇവിടെ ശരിയാവുള്ളൂ. ഇവിടെ BJP വന്നാലേ ഇവിടെ കല്ലെല്ലാം അടിക്കുള്ളൂ. LDF ഉം UDF ഉം വന്നിട്ട് ഇവിടെ കല്ലടിച്ചില്ല. ഇവിടെ BJP തന്നെ ഇവിടെ വന്നം. ജനം, കൊച്ചി.